ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ രീതി മുളകിട്ട് വെച്ച ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ മുളകിട്ട മീൻകറി? ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാരെല്ലാം മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആവോലി മീനാണ്. ആദ്യം നമുക്ക് ഈ മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നല്ല തേച്ചെടുത്താലും മതി, അല്ലെങ്കിൽ പൊളിച്ചെടുത്താലും മതി. ഇത് പൊളിച്ചെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ദശയെല്ലാം പോകും. അതുകൊണ്ട് ഞാൻ നല്ല തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. ആവോലി മീൻ 2 തരത്തിൽ മേടിക്കാൻ കിട്ടും. വെള്ള ആവോലി ഉണ്ട് കേട്ടോ, അതുപോലെ ഇത് കറുത്ത ആവോലിയാണ്. കറുത്ത ആവോലിക്ക് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ കരിമീനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ മാംസത്തിന് തീർത്തും കട്ടിയില്ല. അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം കുക്ക് ചെയ്യാൻ. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയായി മുളക് കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മീൻകറി വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട മൺചട്ടി എടുക്കാനാണ്. മൺചട്ടി വെക്കുന്നതാണ് ടേസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് ഒരു മീൻചട്ടി ചൂടായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉലുവയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇട്ട് നല്ല ഒന്ന് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്, സവോള ചേർത്തിട്ടില്ല കേട്ടോ. അതാ ടേസ്റ്റ്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. മീൻ എടുക്കുന്നതിൻ്റെ ഏകദേശം അളവ് കണക്ക് കൂട്ടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ എടുത്താൽ മതി. ഇപ്പോൾ 1/2 കിലോ മീനുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6 ചുള വെളുത്തുള്ളി ആ കണക്കിലെടുത്താൽ മതിയേ. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ഞാൻ പാൻ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂത്തതിന് ശേഷം കുരുമുളക് പൊടി ശകലം കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല മൂത്ത് വരട്ടെ, എന്നാലേ ഉള്ളൂ നമ്മുടെ മീൻകറിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. ഈ മൂപ്പിച്ച മസാല ഇനി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണേ. ഒരു മിക്സിയുടെ ജാറിലിട്ടോ അമ്മിക്കല്ലിട്ടോ അരച്ചെടുത്ത് വെച്ചാൽ മതി. ഇപ്പം നല്ല മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വന്നതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തായിരുന്നു ഞാൻ. എന്തിനാണെന്നറിയാവോ? മീൻകറിയൊക്കെ തിളച്ച് വരുന്ന സമയത്തിന് നല്ല കളറ് വരികയല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിലും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷെ കരിഞ്ഞ ഒരു ഫീലിംഗ് ആവും നമുക്ക് ആ കറിക്ക്. അതുകൊണ്ട് അരച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല കളർ ഉണ്ടാവും കറി വറ്റി വരുമ്പോഴത്തേക്ക്. പിന്നെ കുറച്ച് വെള്ളവും വെക്കണം. വെള്ളം ഏകദേശം മീനിൻ്റെ കണക്ക് നോക്കിയിട്ട് വെച്ചാൽ മതി. ഞാനുണ്ടല്ലോ ഇനി ചേർക്കുന്ന 3 കഷ്ണം കൊടംപുളിയാ. കൊടംപുളി കീറി എടുത്തിട്ടുണ്ട്. അത് വിട്ട് അടച്ചു വെച്ച് അരപ്പൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്, പൊടിഞ്ഞു പോകും. കാരണം ഒത്തിരി സോഫ്റ്റാണ് ഈ മീന്, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണം. അതിനുശേഷം തുറന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും എണ്ണയൊക്കെ വറ്റി തുടങ്ങും. ഇതല്ലേ കറി വറ്റി വരുന്നുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് ഈ ചട്ടിയുടെ ചൂട് മതി, ചെറിയ ഫ്ലെയിം ആക്കി കൊടുക്കണം. ആ ചൂടിയിരുന്ന് ബാക്കി ഇത് വറ്റി കിട്ടും കേട്ടോ. ഇനി ഇതൊന്നുകൂടി ഞാൻ അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ മീൻകറി റെഡിയാവുമേ. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ കോട്ടയം സ്റ്റൈലിലുള്ള ഒരു മീൻകറിയായത്. ഇത് കപ്പയുടെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാനേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കപ്പയൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഇനി ഇതുപോലെ മീൻകറി വെച്ച് ട്രൈ ചെയ്തതിന് ശേഷം എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇനിയിപ്പോൾ വെള്ളം എല്ലാം വറ്റി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ആ ചട്ടിയുടെ ചൂടിയിരുന്ന് ബാക്കിയും കൂടെ കറി നല്ല വറ്റി കിട്ടുവേ. കൊടംപുളിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട്
നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നേ. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.